ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താണ്? ചാപ്റ്ററിൻ്റെ പുറകിലുള്ള ലെറ്റസ് അസസ് എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്തും കൊടുക്കുക. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. വാട്സാപ്പിനേക്കാളും വാട്സാപ്പ് ആകുമ്പോൾ സമയവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള നോട്ടൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കെപ്പോഴും ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റാരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും തിരക്കുകളുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ടെലഗ്രാമിൽ അങ്ങോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തങ്ങ് ജോയിൻ ചെയ്യുക. അത് ഫ്രീ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇഷ്ടമുള്ളപ്പോൾ ഈ പറയുന്ന നോട്ട് ഏത് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. തുടങ്ങാമല്ലോ. ഒന്നാമത്തെ ചോദ്യം, എക്സാമിൻ ദ ഡയഗ്രാം ഓഫ് എ ഗാൽവാനിക് സെൽ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്കറിയാം. ഇവിടെ സിങ്ക് ഇലക്ട്രോഡ് ഇരിക്കുന്നത് സിങ്ക് സൾഫേറ്റ് ആയിരിക്കണം എന്ന് നമുക്ക് തോന്നുന്നു, അല്ലേ? സിങ്ക് സൾഫേറ്റ് ആണ്. ഇത് കോപ്പർ നീല നിറമുള്ളത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഇത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. പുറത്തൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി ഇലക്ട്രിക് കറണ്ട് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ഇവിടെ നിന്ന്, അല്ലെ, സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. ആസ് ദ സെൽ ഓപ്പറേറ്റ്സ് ദ മാസ് ഓഫ് ദ സിങ്ക് ഇലക്ട്രോൺ ഡിക്രീസസ്. നോർമലി നമുക്കറിയാം, നമ്മുടെ വാക്ക് ഓർത്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഗാൽവാനിക് സെല്ലുകളുടെ വാക്ക് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ. അപ്പോൾ ലെഫ്റ്റിൽ കൊടുക്കുന്ന ഈ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് പറ്റും? സിങ്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മാസ് ഉറപ്പായിട്ട് കുറയും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്, അല്ലേ? 2, ദ കോപ്പർ ഇലക്ട്രോഡ് ഈസ് ദ ആനോഡ്, അല്ലേ? പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ, അതാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പർ ഇരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ ഇതെന്താണ്? ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3, ഇലക്ട്രോൺ ഫ്ലോ ഫ്രം ദ സിങ്ക് ടു ദ കോപ്പർ. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടാണ്. തീർച്ചയായിട്ടും ശരിയാണ്. കാരണം എന്താണ്? കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവിലാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന നെഗറ്റീവ് പോസിറ്റീവിലോട്ട്. ആ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. സി എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? അത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്? കാരണം എന്താ? സിങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്, അല്ലെ? അതെന്ത് പറ്റും? Zn2++2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഈ 2 ഇലക്ട്രോൺസ് ആണ് എങ്ങോട്ട് പോകുന്നത്? ഈ പറയുന്ന കോപ്പറിലോട്ട് പോകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട്. ഡ്യൂറിങ് സെൽ റിയാക്ഷൻ റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ കോപ്പർ ഇലക്ട്രോഡ്സ്. അതും ശരിയാണ്, അല്ലേ? കാരണം എന്താണ്? ഈ പറയുന്ന കോപ്പർ സൾഫേറ്റിലുള്ള Cu2+, ഈ വരുന്ന 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറും? കോപ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ശരിയും തെറ്റുമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് താഴോട്ട് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കുക. എ എന്ന് പറയുന്നത് ട്രൂ ആണ്, ബി എന്ന് പറയുന്നത് ഫോൾസ് ആണ്, സിയും ഡിയും ഇയും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവാനിക് സെൽ ഈസ് ഗിവൺ. സിങ്ക്, സിൽവർ, സിങ്ക് 2+, 2Ag ഇതാണ് പറയുന്നത്. റെപ്രസെൻറ്റ് ദ ഡയഗ്രാം ഇൻ ദ ഡയഗ്രമാറ്റിക്കലി ദ എബോവ് ഗാൽവാനിക് സെൽ. ഈ ഗാൽവാനിക് സെല്ലിനെ ഒരു ഡയഗ്രമായി റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇതാ 2 ബീക്കർ അങ്ങോട്ട് വരയ്ക്കുക, അല്ലേ? 2 ബീക്കർ വരയ്ക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നോക്കുക, ഇവിടെ എന്താണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? സിങ്ക് Cn2+ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്ത് വേണം? നമുക്കൊരു സിങ്ക് ഇലക്ട്രോഡ് വേണം. ഇടതുവശത്താണ്, അല്ലേ? ഗാൽവാനിക് സെല്ലാണ്. സോ നമ്മളൊരു സിങ്ക് ഇലക്ട്രോഡിനെ കാണിച്ചു. തൊട്ടപ്പുറത്ത് Ag2+ റെഡ്യൂസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മറ്റൊരു ഇലക്ട്രോഡിനെ കാണിക്കുന്നു. എന്നിട്ട് തന്നിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളതൊന്നും മാർക്ക് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ ആണെങ്കിലുള്ളത് എന്താണ്? സിങ്ക്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിങ്ക് സൾഫേറ്റ് ആയിരിക്കണം. റൈറ്റ് സൈഡിലുള്ളത് ഏതാണ്? സിൽവർ ആണ്. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ആയിരിക്കും, അല്ലെ? AgNO3 ആയിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ വരച്ചു കൊടുക്കുക. സർക്യൂട്ട് പോകാനായിട്ട് കണക്ഷനും കൊടുക്കുക. ഡയഗ്രമാറ്റിക്കലി നമ്മൾ ആ ഗാൽവാനിക് സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. വിച്ച് ഇലക്ട്രോഡ് ഹാസ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഗാൽവാനിക് ആണ്, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ. ലെഫ്റ്റ് ഹാൻഡിൽ കിടക്കുന്ന സിങ്ക് ആണ്. അപ്പോൾ സിങ്ക് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ഈച്ച് ഇലക്ട്രോഡ്. എന്ന് നടക്കും? നമുക്ക് ആദ്യം ആനോഡിൻ്റെ കാര്യം നോക്കാം. ലെഫ്റ്റ് കിടക്കുന്ന ആനോഡിൽ എന്ത് പറ്റും? സിങ്ക് ആസ് യൂഷ്വൽ റെഡ്യൂസ് ചെയ്ത് Zn2++2 ഇലക്ട്രോഡ്സ് ആയിട്ട് മാറും. അടുത്ത അപ്പർ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാഥോഡാണ്. അപ്പോൾ എന്ത് പറ്റും? Ag, അല്ലേ? Ag+ എന്ത് പറ്റും?
ഇപ്പോൾ 2Ag പ്ലസ് 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്ത് 2Ag ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. കണ്ടോ, 2Ag പ്ലസ് എന്ത് പറ്റുന്നു, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് Ag ആയിട്ട് മാറും. കോപ്പർ ഓക്സിഡൈസും ചെയ്യും. സിമ്പിൾ ചോദ്യം അല്ലേ? ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കടാ. എ ഗാൽവാനിക് സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ ഫോളോയിങ് ഹാഫ് സെൽസ്. മെഗ്നീഷ്യം ഇലക്ട്രോഡ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ. നിക്കൽ ഇലക്ട്രോഡ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഹാഫ് സെൽ ഈസ് ഗിവൺ. മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, നിക്കലിന് റിഡക്ഷൻ സംഭവിക്കുന്നു. ഡ്രോ ദ സെൽ ഡയഗ്രം ആൻഡ് ലേബിൾ ദ ആനോഡ്, കാഥോഡ്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ. എന്തെങ്കിലും പാടുണ്ടാടാം, നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ എന്താ മെഗ്നീഷ്യത്തിന് സംഭവിച്ചേ? മെഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അല്ല എന്തായിട്ട് മാറി? Mg2 പ്ലസും +2 ഇലക്ട്രോണായിട്ട് മാറി. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അടുത്ത് ഈ പറയുന്ന നിക്കലിന് എന്താ പറ്റിയത്? Ni2 പ്ലസ് എത്ര ഇലക്ട്രോൺ വാങ്ങിച്ചു? 2 ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് നിക്കലായിട്ട് മാറി. അപ്പോൾ ഇലക്ട്രോൺ വാങ്ങിയാൽ അതെന്താണ്? അതാണ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നിയമം വെച്ചിട്ട് അറിയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ, അത് ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ലെഫ്റ്റിൽ ആരായിരിക്കും? മെഗ്നീഷ്യം ആയിരിക്കും ആനോഡ്. അപ്പോൾ ലെഫ്റ്റിൽ മെഗ്നീഷ്യം സൾഫേറ്റ്, റൈറ്റിൽ നിക്കലിൻ്റെ സൾഫേറ്റ്. ഓക്കെ, കിട്ടി. അപ്പോൾ ഞാനിവിടെ കോഡ് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റിൽ മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം റോഡ്, റൈറ്റിൽ നിക്കൽ സൾഫേറ്റ്, നിക്കൽ റോഡ്. സോൾട്ട് പിടിച്ച് ഉപയോഗിക്കുക, വയർ കണക്ട് ചെയ്യുക, ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഡ്രോ ദ ഡയഗ്രാം ആൻഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കാരണം മെഗ്നീഷ്യത്തിൽ നിന്ന് ഇലക്ട്രോൺസ് നിക്കലിലോട്ട് പോകും. സിമ്പിളാണ്. 4ാമത്തെ ചോദ്യം, വേറൊന്നും വരുന്നില്ലല്ലോ. 4ാമത്തെ ചോദ്യം. ഓക്കെ, വെൻ അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈസ്ഡ്, ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ് ഈസ്. അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? ഇവിടെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ്. ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? ആനോഡ് എന്ന് പറയുന്നത്. അല്ലേ, മറ്റേ ഓപ്പോസിറ്റാണ് ഗാൽവാനിക്കിൻ്റെ. ഇവിടെയാണ് എന്ത്? കാഥോഡ് എന്ന് പറയുന്നത്. സൊല്യൂഷനകത്ത് ആരൊക്കെ ഉണ്ടാവും? അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആയതുകൊണ്ട് Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും, വെള്ളത്തിൻ്റെ H+ ഉണ്ടാവും, OH- ഉണ്ടാവും. നമുക്കറിയാം Cl- ആയിരിക്കും പോസിറ്റീവിലോട്ട് പോകുന്നത്. എന്തുണ്ടാവും? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് റിയാക്ഷൻ ഏതാണ്? 4ാമത്തെ റിയാക്ഷനാണ് നമ്മുടെ കറക്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഒരു Cl ആണെങ്കിൽ ഹാഫ് Cl2 ഉണ്ടാവും, അല്ലെങ്കിൽ 2 വരുമ്പോഴത്തേക്കും പച്ച നിറത്തിലൊരു ഗ്യാസ് ഇവിടുന്ന് ഇവോൾവ് ആവുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. സോ ഇതാണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 5ാമത്തെ ചോദ്യം. റൈറ്റ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ ദ ഫോളോയിങ് സൊല്യൂഷൻസ് അണ്ടർഗോസ് ഇലക്ട്രോളിസിസ്. അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. മോൾട്ടൺ ആണെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ. അക്വസ് ആയതുകൊണ്ട് H+ഉം OH- കാണും. അതിൽ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ആനോഡ് പോസിറ്റീവ് ആയിരിക്കും. അവിടെ ഈ പറയുന്ന Cl ആയിരിക്കും പോകുന്നത് അല്ലേ? അവിടെ എന്തുണ്ടാവും? Cl2 ഗ്യാസ് ഉണ്ടാവും. ഇനി കാഥോഡ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവാണ്. അവിടെ Na അല്ല പോകുന്നത്, H+ ആണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? H2 ഗ്യാസ് ഉണ്ടാവും. എന്തുണ്ടാവും? H2 ഗ്യാസ് ഉണ്ടാവും. അതാണ് ഇവിടെ നടക്കുന്നത്. റിയാക്ഷനൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഇനി ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ കാഥോഡ് നെഗറ്റീവ് ടെർമിനലിൽ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാകും. കാരണം എന്താ? സോഡിയത്തിന് താഴെയാണ്. അപ്പോൾ സോഡിയം പോകത്തില്ല. സോഡിയത്തിന് ഓക്സിഡൈസ് ആവാനാണ് ഇഷ്ടം. ഇവിടെ റെഡ്യൂസ് ആവണം, പോകത്തില്ല. ആനോഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് എപ്പോഴും, മാറ്റമൊന്നും ഇല്ല. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഓവറോൾ റിയാക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വയ്ക്കുക. കാഥോഡിൽ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാവും. ഇതിവിടെ ഒരു തവണ എക്സ്ട്രാ വന്നിക്കുകയാണ്, മാച്ച് കളഞ്ഞോളനെ. ഓക്കെ, ഇവിടെ വരെ എഴുതിയാൽ മതി. ഇവിടെ വരെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ വരെ പഠിച്ചാൽ മതി. അടുത്ത് ഇവിടെയും ഇവിടെ വരെ പഠിച്ചാൽ മതി. അപ്പുറത്തത് എക്സ്ട്രാ വന്നതാണ്. നമ്മൾ ഈ കോപ്പിയൊക്കെ ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അറിയാലോ, ഇവിടെ 1 man ഷോ ആണ്. ഇവിടെ എഡിറ്റിങ്ങും അല്ലേ, വീഡിയോ റെക്കോർഡിങ്ങും അതിൻ്റെ അപ്ലോഡിങ്ങും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ സ്റ്റാഫും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താണ്, സമയക്കുറവുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെൻ്റെ സ്വന്തം സംഭവമാണ്. അടുത്ത് വരുന്നതാണ് എന്താ? കോപ്പർ സൾഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോളൈസ് ചെയ്യുന്നു, പക്ഷേ യൂസിങ് കോപ്പർ ഇലക്ട്രോഡ്സ്. ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളൊരു കോപ്പർ സൾഫേറ്റ് ഇങ്ങനെ ഇട്ടിട്ടു അതിനകത്ത് ഉപയോഗിക്കുന്ന ഏതാണ്? പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് അല്ല ഉപയോഗിക്കുന്ന ഏതാണ്? കോപ്പറിൻ്റെ ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് പറ്റും? കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ Cu2+ SO4 2- ഉണ്ടാവും. പക്ഷേ ഇവിടെ കോപ്പർ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് എന്ന് വിചാരിക്കുക, ഇവിടെ പോസിറ്റീവ് എന്ന് വിചാരിക്കുക. ഈ നെഗറ്റീവിലോട്ട് ആര് പോവും? Cu2+ പോവും. അപ്പോൾ കാഥോഡിൽ Cu2+ + 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് എന്താവും? Cu ആയിട്ട് മാറും. ആനോഡിൽ SO4 അല്ല പോകുന്നത്. ആനോഡിൽ ആര് തന്നെയായിരിക്കും പോകുന്നത്? Cu പോയിട്ട് എന്താവും? ഈ പറയുന്നതായിട്ട്, അതായത് Cu2+ + 2 ഇലക്ട്രോൺസുമായിട്ട് മാറും. ഓക്കെ, അതായത് ഇവിടുന്ന്
എന്ത് പറ്റും, Cu2+ അങ്ങോട്ട് പോവുമെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ഈ പറയുന്ന Cu2+ തിരിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിം മെറ്റൽ തന്നെ ഇലക്ട്രോഡായിട്ട് ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരാൾ എത്രത്തോളം നഷ്ടപ്പെടുന്നു അത്രത്തോളം ആൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് വരികയും ചെയ്യും. അവിടെ SO4 പോകത്തില്ല, ആര് തന്നെ Cuനായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതൊരു റെയർ കേസാണ്. റെയർ കേസ് എന്നാൽ ഇതൊരു പ്രത്യേക കേസായിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷേ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗത്തും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ചോദ്യമാക്കി കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ CBSE പഠിപ്പിക്കുമ്പോഴത്തേക്കും അത് ചോദ്യം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഹിൻഡ് മോള് തരാതെ ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ തന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം എന്ത് പറ്റും, കാഥോഡിൽ കോപ്പർ മെറ്റൽ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ, കോപ്പർ ഫോം ചെയ്യും. ആനോഡിൽ കോപ്പർ എന്ത് പറ്റും, ഓക്സിഡൈസ് ആയിട്ട് Cu2+ അയോണുകളായിട്ട് മാറിയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നഷ്ടപ്പെടുന്നത് ഇവിടെ നിന്ന് തിരിച്ച് കിട്ടും Cu2+ൻ്റെ കാര്യത്തിൽ. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ കാഥോഡിൽ Cu2+ Cu ആയിട്ട് മാറും, ആനോഡിൽ Cu2+ ആയിട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് പറയുന്നത് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയി തന്നെ ഇരിക്കും. ചേർന്നിട്ടില്ല, ഇനിയും ചോദ്യമുണ്ട്. അടുത്ത ചോദ്യം, ബ്രാസ് ഈസ് എൻ അലോയി ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ. അപ്പോൾ ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയി ആണ്. ആരൊക്കെ ചേർന്നിട്ടാണ് സിങ്കും കോപ്പറും ചേർന്ന് ഉണ്ടാകുന്നതാണ് ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ബ്രാസ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് സലൈൻ വാട്ടർ, ഉപ്പുവെള്ളമായിട്ട് കോൺടാക്ട് വരുമ്പോഴത്തേക്കും ഇവിടെ എന്ത് പറ്റും, കൊറോഷൻ സംഭവിക്കും. അതായത് സിങ്ക് വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകുന്നത് കാണും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ബ്രാസിനകത്ത് ആരൊക്കെയുണ്ട്, കോപ്പറും ഉണ്ട്, സിങ്കും ഉണ്ട്. ഈ പറയുന്ന ഉപ്പുവെള്ളത്തിനകത്ത് ആരുണ്ട്, Cl- അല്ലെങ്കിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും കോൺടാക്ട് വരുമ്പോഴത്തേക്കും ഒരു ഗാൽവാനിക് സിലിണ്ടർ സെറ്റപ്പ് അവിടെ ഉണ്ടാവും. കൂടുതൽ റിയാക്റ്റീവായ സിങ്ക് എന്ത് പറ്റും, ഇവിടുന്ന് ഓക്സിഡൈസ് ആയിട്ട് പോകും. അപ്പോൾ മെറ്റൽ ഇങ്ങനെ ഉണ്ട്, അതിനകത്ത് ആരൊക്കെയുണ്ട്, Cu ഉണ്ട്, Zn ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള സിങ്ക് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ആവും അല്ലെ. സിങ്ക് എന്താവും, Zn2+ +2 ഇലക്ട്രോൺസ് ആയിട്ട് മാറിയിട്ട് സൊല്യൂഷനിലോട്ട് പോകുമ്പോൾ ഇവിടെ എന്ത് പറ്റും, കൊറോഷൻ സംഭവിച്ച് ഈ പറയുന്ന മെറ്റൽ അല്ലെങ്കിൽ ബ്രാസ് വീക്ക് ആവും. അതുകൊണ്ടാണ് ബ്രാസ് ഒരിക്കലും സാധനങ്ങൾ ഉപ്പുവെള്ളമോ തീരങ്ങളിലോ കടൽ തീരത്തോ ഒന്നും കൊണ്ടുവരുതെന്ന് പറയും. കാരണം ഈ പറയുന്ന ബ്രാസ് ഒരു അലോയിയാണ്, അതിനകത്ത് കോപ്പറോ സിങ്കും ഉണ്ട്. സലൈൻ വാട്ടർ എക്സ്പോസ് ആകുമ്പോൾ അവിടെ ക്ലോറിൻ അയോൺസുകളുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഒരു ഗാൽവാനിക് കൊറോഷൻ നടക്കും. അതായത് സിങ്കിന് ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലായതുകൊണ്ട് കോപ്പറിന് വേറെ സിങ്ക് പോയിട്ട് റിയാക്ഷൻ നടന്ന് സംഭവിക്കും. ഇതാണ് നടക്കുന്നത്. 7. ലിസ്റ്റ് ദ സെൽസ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആൻഡ് ക്ലാസിഫൈ ദം ഇൻടു പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്. നമുക്കറിയാം, റീചാർജ് ചെയ്യാൻ പറ്റാത്തത് പ്രൈമറി, പറ്റുന്നത് സെക്കൻഡറി. സിങ്ക്, കാർബൺ, ആൽക്കലൈൻ സെല്ല്, ലിഥിയം സെല്ല്, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പ്രൈമറിക്കകത്ത് വരുന്നതാണ് അല്ലെ. സിങ്ക്, കാർബൺ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്ലാഷ് ലൈറ്റുകളിൽ, റിമോട്ട് കൺട്രോളിൽ, വാൾ ക്ലോക്കിലൊക്കെ പൊട്ടിച്ചു നോക്കിയാൽ അറിയാം, ഒരു കാർബൺ റോഡ് നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ അതിൻ്റെ കാര്യമോ പറയുന്നത്. ആൽക്കലൈൻ സെൽ എന്ന് പറയും. ഓക്കെ, അതൊക്കെ റിമോട്ട് കൺട്രോളും പോർട്ടബിൾ ഡിവൈസുകളിലും ടോയ്സിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നതാണ് ആൽക്കലൈൻ സെൽ എന്ന് പറയുന്നത്. ഇനി ലിഥിയം സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെയുള്ള ഹിയറിംഗ് എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ പോലത്തെ സാധനമാണ് ഈ പറയുന്നത് ലിഥിയം സെൽ എന്ന് പറയുന്നത്. വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ, ബട്ടൺ പോലെ ഇരിക്കുന്ന സാധനം. സെക്കൻഡറി സെൽ എന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റും. ലെഡ് ആസിഡ് ബാറ്ററി നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ലിഥിയം അയോൺ ബാറ്ററി സ്മാർട്ട് ഫോൺസിനകത്ത് ഉപയോഗിക്കുന്നത്. നിക്കൽ കാഡ്മിയം ബാറ്ററി ഈ പവർ ടൂൾസിനകത്ത്, ക്യാമറാസിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി ഉണ്ടല്ലോ, അത് നിക്കൽ കാഡ്മിയം ആണ്. ഇനി നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി, ഇത് നമുക്ക് അധികം ഉപയോഗിക്കാറുള്ള ഹൈബ്രിഡ് വെഹിക്കിൾസിനകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സാധനം മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഒരു ടേബിളാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് സംഭവം. ലാസ്റ്റ്, ഫ്യൂവൽ സെല്ലുകൾ, ഉപയോഗങ്ങൾ. ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിനകത്ത് ഇതൊക്കെ ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ്. അതെന്ത് ചെയ്യും, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തൊക്കെ ഉണ്ടാകും, അതിനകത്തൊരു ആനോഡും കാഥോഡും ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാകും. ആനോഡിൽ എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാകും, അത് ട്രാവൽ ചെയ്തു പോകും. അപ്പോൾ അതാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. എന്തൊക്കെയാണ് ഗുണങ്ങൾ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി കുറഞ്ഞ സപ്ലൈയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ ചിലവിലെന്ന് പറയാം, കുറഞ്ഞ ചിലവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പൊല്യൂഷൻ ഒന്നുമില്ല. ഔട്ട്പുട്ടായിട്ട് ഉണ്ടാകുന്ന വെള്ളവും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഹൈ എഫിഷ്യൻസിയാണ്. അതുപോലെ എൻവയോൺമെൻറ്റിന് യാതൊരുവിധ പ്രശ്നവും ഇത് ഉണ്ടാക്കത്തില്ല എന്നതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ 8 ചോദ്യങ്ങളാണ് നമുക്ക് ലെറ്റസ് അസസ് ഭാഗത്തുണ്ടായിരുന്നത്. ആ 8 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ മെറ്റൽസ് ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. മെറ്റലിൻ്റെ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.